ശബരിമല ദർശനത്തിന് പോയ ഭക്തൻ മലകയറ്റത്തിനിടയിൽ കുഴങ്ങി വീണ് മരിച്ചു. ആലപ്പുഴ തലവടി സ്വദേശി ബൈജു ആണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് തൊടുപുഴയിലേക്ക് സർവീസ് നടത്തിയ KSRTC ബസിന്റെ ചില്ലുകൾ തകർത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഏരാനല്ലൂർ സ്വദേശി രാജേഷിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ഉദിയൻകുളങ്ങരയിൽ കടയ്ക്ക് തീപിടിച്ചു. ഫാത്തിമ ഫുഡ്വെയർ എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. പാറശാലയിലെയും നെയ്യാറ്റിൻകരയിലെയും ഫയർഫോഴ്സ് സംഘമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എറണാകുളം പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ മോഷണം നടത്തിയ 2 പേർ പിടിയിൽ. അസം സ്വദേശികളായ ആഷിഖുർ റഹ്മാൻ, ഉമർ ഫറൂഖ് എന്നിവരാണ് പിടിയിലായത്. ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വാമി വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 78ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചമ്പക്കുളം ബിഷപ്പ് കുര്യാലശ്ശേരി പബ്ലിക് സ്കൂളിൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ നെടുമുടി NSHSS 1ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം അർജുന അവാർഡ് ജേതാവും ആലപ്പുഴ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് കുതിരവയ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി. ആദിത്യവർമ്മ ഭദ്രദീപം തെളിയിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ തലവടി സെന്റ് തോമസ് CSI ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തി. ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പ്രതിഷ്ഠാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പണവും മൊബൈൽ ഫോണും കവർന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം എടപ്പാളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിലായതിൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. പാലക്കാട് പട്ടാമ്പിയിൽ ബൈക്കിന് കുറുകെ പന്നി ചാടി യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ശങ്കരമംഗലം സ്വദേശി രതീഷ്. കൊല്ലം പറവൂരിൽ പരമ്പരാഗത വ്യവസായ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാർ LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.